അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മാങ്ങ വെച്ചിട്ടുള്ളൊരു ഖീറാണ്, മാംഗോ ഖീർ. അതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം. 500 ml ഒരു കുപ്പി പാല് വേണം. 2 ടേബിൾ സ്പൂൺ റവ കുറച്ച് വെള്ളത്തിൽ കുറുക്കിയെടുത്തിട്ടുണ്ട്. ഒരു 3/4 ഭാഗം കുറുക്കിയെടുത്തിട്ടുണ്ട്. ഒത്തിരി കുറുകി പോകണ്ട. പിന്നെ ഒരു 1/4 കപ്പ് സാഗോ സീഡ് എടുത്തിട്ട് ചവ്വരി എടുത്തിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് വെള്ളമൊക്കെ കളഞ്ഞ് ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ ഒരു മാങ്ങ മിക്സിയിൽ കുറച്ച് വെള്ളമൊഴിച്ച് അടിച്ചെടുത്തതാണ്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് വേണം. ഒരു മാങ്ങ കട്ട് ചെയ്തതും കൂടെ വേണം. ആദ്യം നമുക്കൊരു പാനിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. മധുരത്തിനനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഈ 2 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട്. അത് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം വരും. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇതിൽ. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് വേവിച്ച് വെച്ച് ചവ്വരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഇളക്കി കൊടുത്താൽ അത് കട്ടൊക്കെ അങ്ങോട്ട് വേറിട്ട് വരും. ഇപ്പോൾ ചവ്വരി ഏകദേശം നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റവ കുറുക്കി വെച്ച റവയും കൂടെ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂണാണ് റവ എടുത്തിട്ടുണ്ടായിരുന്നത്. ഒത്തിരി തിക്കായിട്ടുള്ള ഖീർ വേണമെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്ന ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് വറ്റി വരട്ടെ. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത ശേഷമാണ് അടിച്ചു വെച്ച മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. മാങ്ങ ഇട്ട ശേഷം ഗ്യാസ് ഓൺ ആക്കണ്ട, കാരണം പുളിയില്ലാത്ത മാങ്ങ എടുക്കണം. മാങ്ങ ഇട്ടാൽ പിരിഞ്ഞ് പോകണ്ട. ഇത് നല്ല മധുരമുള്ള മാങ്ങയാണ്, അതുകൊണ്ട് ഇത് പിരിയൊന്നുമില്ല. അപ്പോൾ എപ്പോഴും മാങ്ങ എടുക്കുമ്പോൾ പുളിയില്ലാത്ത മാങ്ങ എടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇതിൽ ഒന്ന് മിക്സാക്കിയിട്ട് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച മാങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതൊരു പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ചൂടാറിയിട്ട് വേണം ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ. മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഇത് ചൂടാറി വന്നിട്ടുണ്ട്. ചൂടാറും തോറും ഇത് കട്ടിയായിട്ട് വരും. ഇനി ഇതിന് മേലേക്ക് കുറച്ച് നട്ട്സ് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാഫ്രോൺ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇതൊരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മാംഗോ ഖീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.